യോഗാസന സ്പോർട്സ് ആൻഡ് അസോസിയേഷൻ ഓഫ് കേരളയുടെ 2025-29 കാലയളവിലെ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. 2025 സെപ്റ്റംബർ 6-ന് തൃശൂരിലെ മഴുവഞ്ചേരിയിൽ നടന്ന വാർഷിക പൊതുയോഗത്തിലാണ് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തത്. യോഗാസന ഭാരത് അതിന്റെ കേരള ഘടകം ശരിക്കും യോഗാസന കേരള എന്നാണ് വേണ്ടത്. പക്ഷെ നമ്മൾ ഈ യോഗാസന ഭാരത് എന്ന പേര് വരുന്നതിന് മുമ്പ് യോഗാസന സ്പോർട്സ് അസോസിയേഷൻ, അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ രജിസ്റ്റർ ചെയ്തത് യോഗാസന സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരള, YSAK ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ജനറൽ മീറ്റിംഗ് കഴിഞ്ഞ് ഒരു പുതിയ കമ്മിറ്റി രൂപീകരിച്ചത് ഒന്ന് റിപ്പോർട്ട് ചെയ്യാമെന്നത് മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അതിലെ ഭാരവാഹികളുടെ പേര് ഒന്ന് ഞാൻ തന്നെയാണ്, K. വാസുദേവൻ നമ്പൂതിരി. കൈതപ്പുറം വാസുദേവൻ നമ്പൂതിരി അറിയപ്പെടുക, കൈതപ്പുറത്തിൻ്റെ അനിയനും കൂടിയാണ്. അപ്പോൾ വളരെ കാലമായിട്ട് ഈ യോഗ ഫീൽഡിൽ ഉള്ളതാണ്. സെക്രട്ടറി ജ്യോതിഷ്, അദ്ദേഹം വയനാട്ടിലാണ്. വൈസ് പ്രസിഡൻ്റായിട്ട് ചന്ദ്രൻ, അഡ്വക്കേറ്റ് ശ്രീകാന്ത്, അദ്ദേഹം എറണാകുളത്ത് തന്നെയാണ്, അദ്ദേഹം ഗുരുവായൂരാണ്. പിന്നെ ജോയിന്റ് സെക്രട്ടറിമാരായിട്ട് രവിശങ്കർ വന്നിട്ടില്ല, കുട്ടപ്പൻ വന്നിട്ടുണ്ട്, ഇദ്ദേഹം ആന്റണിയാണ്. പിന്നെ എക്സിക്യൂട്ടീവ് മെമ്പർമാരായിട്ട് ബിജു കാരായി കണ്ണൂരിൽ വന്നിട്ടില്ല. ബോഡി ബിൽഡിങ്ങിലില്ല. യോഗാസന എന്ന് പറയുമ്പോൾ നമ്മുടെ നാഷണലൈസ്ഡ് ഫെഡറേഷൻ ഉണ്ട്, സ്പോർട്സിലേക്ക് ആഡ് ചെയ്തതിന് ശേഷമുള്ള ഫെഡറേഷനാണ്. ഇപ്പൊ എല്ലാ ഗെയിംസിലും ഒരു ഫെഡറേഷൻ ഉണ്ടാവും നാഷണലൈസ്ഡ്. അപ്പൊ അതുപോലെ യോഗാസന 2020 മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് യോഗാസനയെ സ്പോർട്സ് ഇനായിട്ട് പ്രഖ്യാപിച്ചത്. അതിനുശേഷം ദേശീയ തലത്തിൽ രൂപം കൊണ്ട ഫെഡറേഷനാണ് യോഗാസന ഭാരത്. ആദ്യത്തെ പേര് നാഷണൽ യോഗാസന സ്പോർട്സ് ഫെഡറേഷൻ എന്നായിരുന്നു. അതിനുശേഷം ഓരോ വർഷവും നമ്മളിപ്പോൾ കേരളത്തിൽ തന്നെ 6 വർഷമായി 6ാമത് യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് നടത്തി. യോഗയിലെ ഒരു പാർട്ട് ഡെമോൺസ്ട്രേറ്റീവ് ഐറ്റം ആയിട്ടാണ് 12 ഇവന്റുകളിൽ മത്സരങ്ങൾ നടക്കുന്നത്. ആ മത്സരത്തില് വിജയിക്കുന്ന ആൾക്കാരെ ജില്ലാ തലത്തിൽ നിന്ന് സ്റ്റേറ്റ് തലത്തിൽ നിന്നും നാഷണൽ തലത്തിലേക്ക് എത്തിക്കുന്നു. നാഷണൽ തലത്തിൽ നിന്ന് സെലക്ഷൻ കിട്ടിയവരെ അടുത്ത ഇയറിൽ നടക്കുന്ന സ്പോർട്സ് ഇവന്റുകൾ, സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ നടത്തുന്ന ഖേലോ ഇന്ത്യ, അതേപോലെ തന്നെ നാഷണൽ ഗെയിംസ്, ഇതിലേക്കുള്ള സെലക്ഷൻ ഇതുവഴിയാണ് കിട്ടുക. അപ്പം യോഗാസന ഭാരതിന്റെ സംസ്ഥാന ഘടകമാണ് യോഗാസന സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരള എന്നുള്ളത്. അതിന്റെയാണ് നമ്മളിപ്പോ ജനറൽ ബോഡി കഴിഞ്ഞത്. അതുമായിട്ട് യാതൊരു ബന്ധവും, അതൊക്കെ പ്രൈവറ്റ് അസോസിയേഷൻ വർക്കിലാണ്. സൊസൈറ്റി രൂപീകരിച്ച് പുതിയ എല്ലാ കോളിലേക്കും ജില്ലയുടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും എല്ലാ സ്ഥലങ്ങളിലും ചെറിയ ചെറിയ സ്ഥലങ്ങളിലെ ഗ്രാമപ്രദേശങ്ങളിൽ വരെ യോഗയുടെ പ്രചരണം സ്പോർട്സ് മേഖലയിലൂടെ എത്തിക്കുക എന്നുള്ളതാണ് സംഘടനയുടെ ലക്ഷ്യം. സ്പോർട്സ് ആയതിനു ശേഷം ഇത് കുറെ കൂടി ശാസ്ത്രീയമായിട്ടുണ്ട്. അതാണ് ഇത് ഇപ്പോഴത്തെ ഒരു യോഗാസന സ്പോർട്സ് യോഗാസന ഭാരതം എന്നുള്ളതിൻ്റെ ഒരു ഫലം അതാണ്. ആ സിലബസ് ഇപ്പോൾ CBSE സ്കൂളുകളിൽ വരെ അത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരവസ്ഥയിലാണ് ഇപ്പോഴ് ഉള്ളത്. മുമ്പ് ഇതിൻ്റെ മത്സരത്തിൻ്റെ ജഡ്ജിങ് ഒക്കെ പറഞ്ഞാലേ 2-3 ഇരുന്നിട്ട് ഒരു ജഡ്ജിങ് ആണ്. ഇപ്പം അങ്ങനെയല്ല, ഒരു 10 പേര് ഇരിക്കണം. അത് ഓരോ ഭാഗം വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള, വളരെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള, അതായത് ആ ഇവാലുവേഷൻ നടത്തുന്നവരുടെ മനസ്ഥിതിക്ക് സ്വാധീനം വരാൻ പാടില്ല. എന്താണോ ചെയ്തത് അത് വിലയിരുത്താൻ തക്കവണ്ണം 10 ജഡ്ജസ് ഇരുന്നിട്ടുള്ള ഒരു ജഡ്ജസ് പാനൽ വെച്ചിട്ടാണ് ഇപ്പോഴത്തെ നമ്മുടെ മത്സരങ്ങൾ നടക്കുന്നത്. മറ്റു പല സംഘടനകളും പഴയ രീതിയിലുണ്ട്, പക്ഷെ അതിന്റെ സിലബസ് മുഴുവനും പുതിയ മോഡൽ തന്നെ ആയിട്ടുണ്ട്. അത്ര ശാസ്ത്രീയമായിട്ട്, അതായത് മുമ്പ് യോഗാസന എന്നുള്ളൊരു അങ്ങനെ ഒരു മത്സരമേ ഇല്ല. ഇന്ത്യൻ യോഗ അസോസിയേഷൻ മുമ്പേ ഉണ്ട്. അത് കുറെ യോഗ സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ്. അതിൽ യോഗ ആസന മത്സരം ഇല്ല. വാസ്തവത്തിൽ യോഗ എന്ന് പറയുന്നത് കുറച്ചൊരു സ്പിരിച്വൽ ആണ്. പക്ഷെ അതിനെ ഓൾ വേൾഡ് തലത്തിൽ പ്രചരണം കിട്ടിയതോടുകൂടി അതിനൊരു സ്പോർട്സിന്റെ ഒരു മുഖം കൂടി വേണം എന്ന്
വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് യോഗ ആസന ഭാരത് എന്ന് പറഞ്ഞത്. യോഗ ഭാരത് എന്നല്ല, യോഗ ആസന. അതിൽ സ്പിരിച്വൽ അങ്ങനെ വിഷയങ്ങളൊന്നുമില്ല. തനി ഫിസിക്കൽ മത്സരം, അതായത് ആസ് എ പാർട്ട് ഓഫ് സ്പോർട്സ്. അത് വരാനുള്ള ഒരു ശരിക്കും 4 കൊല്ലം അത്രയൊക്കെ ആയിട്ടുള്ളൂ. ഇനി അത് കുറെ കൂടി വളരാനുണ്ട്. അപ്പോൾ നമുക്ക് സൂക്ഷ്മമായിട്ട് കുട്ടികൾ ചെയ്യാനും നല്ല ഫ്ലെക്സിബിലിറ്റി വരാനും ഒക്കെ ഇത് കാരണമായിട്ടുണ്ട് എന്ന് മാത്രമേ പറയാം. സ്കൂൾ ഗെയിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യ യോഗാസന ആഡ് ചെയ്തിട്ട് വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന സിലബസ് മാറ്റി യോഗാസന ഭാരതിന്റെ വേൾഡ് വൈഡ് ആയിട്ടുള്ള യോഗാസന ഭാരതിന്റെ കോഡ് ഓഫ് പോയിന്റ് വെച്ചായിരിക്കും ഇനി മത്സരങ്ങൾ നടക്കുക. ഈ വർഷം മുതൽ സ്കൂൾ ഗെയിംസ് ഫുള്ളായിട്ട് നമ്മുടെ യോഗാസന ഭാരതിന്റെ സിലബസ് ഫോളോ ചെയ്തിട്ടായിരിക്കും മത്സരങ്ങൾ നടക്കുക. അപ്പൊ ഓരോ കുട്ടികൾക്കും അതിൻ്റെതായ ഗ്രേസ് മാർക്ക് കാര്യങ്ങൾ സ്പോർട്സിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും എത്തിക്കാൻ സാധിക്കുന്ന തരത്തിലായി മാറിയിട്ടുണ്ട്. അതുകൂടാതെ ആ സിലബസ് SGFIന്റെ സിലബസ് ഫോളോ ചെയ്യുന്ന ഒരുപാട് ഇവന്റുകൾ, ഗവൺമെന്റ് ഇവന്റുകള്, സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അതേപോലെ മിനിസ്ട്രി ലെവലിൽ നടക്കുന്ന ഇവന്റുകളിൽ ഈ സിലബസ് ആയിരിക്കും ഇനി അങ്ങോട്ട് ഉണ്ടാവുക. അതാണ് പ്രധാനപ്പെട്ട ഒരു ന്യൂസ്.